ഇന്നത്തെ റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് 2025 മെൻസ് റോയൽ റംബിൾ വിൻ ചെയ്ത ജെയ്യൂസോയുടെ സെഗ്മെന്റ് ആണ് ആദ്യം നടന്നത്. അപ്പോൾ ഈ സെഗ്മെന്റ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ അടിപൊളി സെഗ്മെന്റ് ആയിട്ടാണ് തോന്നിയത്. ജെയ്യൂസോ വേറെ ലെവലായിട്ട് സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതുപോലെ ഫാൻസ് സപ്പോർട്ട് ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു ജെയ്യൂസോക്ക്. ജെയ്യൂസോ റോയൽ റംബിൾ വിജയം അറിയിച്ചതാണ് എന്ന ടൈപ്പിലൊക്കെയാണ് ഫാൻസ് ചാൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ജെയ്യൂസോ പറയുന്നുണ്ട് 15 വർഷങ്ങൾക്ക് മുൻപാണ് താൻ ഈ കമ്പനിയിൽ വന്നത് എന്നും ആ സമയം ജിമ്മിയൂസോയുടെ കൂടെ ചേർന്ന് ടാഗ് ടീമായി വന്ന കാര്യത്തെ പറ്റിയും ഒരു ടാഗ് ടീം ഡിവിഷനിലാണ് താൻ ഫൈറ്റ് ചെയ്തത് എന്നും അതുപോലെ പിന്നീട് അങ്ങോട്ട് പോകെ താൻ മുന്നോട്ട് വരികയായിരുന്നു എന്നും അതായത് പാൻഡമിക് ടൈമിലും അതുപോലെ തന്നെ ബ്ലഡ് ലൈനുമായിട്ടുള്ള സ്റ്റോറി ലൈനിലൊക്കെ താൻ പതിയെ മുന്നോട്ട് വന്നുകൊണ്ട് ഒരു സിംഗിൾ റെസ്ലറായി മാറി എന്നാണ് ജെയ്യൂസോ പറഞ്ഞത്. അപ്പോൾ സിംഗിൾ റെസ്ലറായി മാറിയ സമയത്ത് വളരെയധികം ഭയമുണ്ടായിരുന്നു. തന്നെ കൊണ്ട് അതെല്ലാം നേടാൻ സാധിക്കുമോ, അല്ലെങ്കിൽ സിംഗിൾ റെസ്ലറായി മുന്നോട്ട് പോകാൻ സാധിക്കുമോ, ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാൻ സാധിക്കുമോ എന്ന ടൈപ്പിലൊക്കെ. എന്നാൽ ഫാൻസ് തന്ന സപ്പോർട്ട് കൊണ്ട് ആ പേടിയെല്ലാം തനിക്ക് മാറിയെന്നും അതുകൊണ്ടാണ് താൻ ഇപ്പൊ റോയൽ റംബിളിലൊക്കെ വിൻ ചെയ്ത് ഇവിടം വരെ എത്തിയത്. അതായത് ജെയ്യൂസോയുടെ മൊത്തത്തിലുള്ള WWE റണ്ണിനെ പറ്റിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ ജെയ്യൂസോ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് റസൽമേനിയയിലേക്ക് പോകുന്ന കാര്യത്തെ പറ്റിയും പിന്നീട് ഗന്ധറിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത് വേൾഡ് ചാമ്പ്യൻ ഗന്ധറോട് വന്നുകൊണ്ട് എപ്പോഴത്തെയും പോലെ ജെയ്യൂസോയെ കളിയാക്കും. ഞാൻ വിചാരിച്ചത് റോയൽ റംബിൾ മാച്ച് റോമൻ റെയിൻസ് അല്ലെങ്കിൽ CM പങ്ക് അല്ലെങ്കിൽ സെത്ത് റോളൻസ് ഇവരൊക്കെ വിൻ ചെയ്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ചിന് വേണ്ടി വരുമെന്നും പിന്നീട് ഇവരെ തോൽപ്പിച്ചുകൊണ്ട് താൻ മുന്നോട്ട് പോകും എന്നാണ് ഗന്ധർ വിചാരിച്ചു വെച്ചത് എന്ന് ജെയ്യൂസോട് പറയുന്നുണ്ട്. പിന്നീട് ജെയ്യൂസോട് പറയുന്നത് യാതൊരു കാരണവശാലും എന്നെ വന്ന് ചാലഞ്ച് ചെയ്യരുത്, എന്നെ ഒഴിവാക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇനി അഥവാ എന്നെ ചാലഞ്ച് ചെയ്താൽ ഞാൻ നിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് തമ്മിൽ മുൻപ് നടന്ന ബിസിനസ് പോലെ ആയിരിക്കില്ല, നിന്നെ ഞാൻ ഭയങ്കരമായും അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് എന്നെ ചാലഞ്ച് ചെയ്യരുത്, നീ ഒരിക്കലും എൻ്റെ ലെവലല്ല, എന്നെ നിനക്ക് തോൽപ്പിക്കാനും സാധിക്കില്ല. അപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ ഗന്ധർ സംസാരിച്ചതിന് ശേഷം ജെയ്യൂസോട് പറയുന്നുണ്ട്, ആരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് നീ ഇന്നെന്തായാലും പറയില്ല എന്ന് എനിക്കറിയാം, പക്ഷെ അതൊരിക്കലും എന്നെ ആവരുത് എന്ന്. അപ്പൊ ജെയ്യൂസോ പറയുന്നുണ്ട്, ഞാൻ ആരെയാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് കോഡി റോഡ്സിന്റെ കൂടെയും സ്മാക്ഡൗണിൽ ഒരു സെഗ്മെന്റ് ചെയ്തുകൊണ്ട് അതിൽ ഞാൻ പറയും. എന്തായാലും ആരെ സെലക്ട് ചെയ്താലും ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ റസൽമേനിയ വിട്ടു പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ചാമ്പ്യൻഷിപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ജെയ്യൂസോ അവിടെ നിന്നും പോകുന്നുണ്ട്. അപ്പോൾ ഈ സെഗ്മെന്റ് മൊത്തത്തിൽ അടിപൊളിയായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിൽ കൂടുതൽ ഇവർ ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, മെയിൻ ആയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് നടന്നത് പെൻഡ വേഴ്സസ് ലൂഡ്വിഗ് കൈസർ, ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് ആണ്. അപ്പോൾ ലൂഡ്വിഗ് കൈസറിനെ പെൻഡയാണ് റോയൽ റംബിൾ മാച്ചിൽ എലിമിനേറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഇവർക്ക് മാച്ച് വന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിരുന്നു. രണ്ടുപേരും നന്നായി തന്നെ ഈ മാച്ച് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ പെൻഡ ലൂഡ്വിഗ് കൈസറിന് ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ പെൻഡയാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ആങ്കർ വന്നുകൊണ്ട് ഒരു ഇന്റർവ്യൂ പോലെ എടുക്കാൻ നോക്കുന്ന സമയത്ത് അവിടെ പീറ്റ് ഡന്റെ തീം മ്യൂസിക് പ്ലേ ആവുകയും പീറ്റ് ഡൻ നടന്നു വരുന്ന സമയത്ത് തന്നെ ലൂഡ്വിഗ് കൈസർ പിറകിൽ നിന്നും വന്ന് പെൻഡയെ വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ഫിൻ ബാലർ ജഡ്ജ്മെന്റ് ഡേ ടീമിന്റെ കൂടെ സെഗ്മെന്റ് ചെയ്തു. അപ്പോൾ ഫിൻ ബാലർ പറയുന്നത് തന്റെ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം അല്ലെങ്കിൽ ആ ഒരു റീമാച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ തട്ടിയെടുത്തു എന്നാണ്. അതുപോലെ തന്നെ ആ മാച്ചിൽ വെച്ചുകൊണ്ട് തന്റെ പാർട്ട്ണറായ ജെറിക്ക് ഇഞ്ചുറി സംഭവിക്കാനും കാരണം ഡൊമിനിക് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിച്ചു. അതേസമയം ലിവ് മോർഗൻ പറയുന്നത് ഡൊമിനിക് മിസ്റ്റീരിയോ ആ മാച്ചിൽ വന്നത് അവന്റെ തെറ്റല്ല, അല്ലെങ്കിൽ അവൻ ആ മാച്ചിൽ ആഡ് ആയില്ലായിരുന്നു എങ്കിൽ ആഡം പിയേഴ്സ് റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനുള്ള അവസരം വേറെ ടീമിന് കൊടുത്തേനെ എന്നാണ്. പിന്നെ ജെഡിക്ക് ഇഞ്ചുറി സംഭവിക്കാനുള്ള കാരണം ഡൊമിനിക് അല്ല എന്നും അത് വാർ റൈഡേഴ്സ് ടീമാണ് എന്നൊക്കെ ലിവ് മോർഗൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എലിമിനേഷൻ ചേംബർ മാച്ചിന്റെ ക്വാളിഫിക്കേഷൻ മാച്ചിൽ ലിവ് മോർഗൻ മത്സരിക്കാൻ പോകുന്ന കാര്യത്തെ പറ്റിയും ഫിൻ ബാലറിനും എലിമിനേഷൻ ചേംബർ ക്വാളിഫിക്കേഷൻ മാച്ച് ഡൊമിനിക് മിസ്റ്റീരിയോ സംസാരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയും. അത് കേട്ട് ഫിൻ ബാലർ ഷോക്കായി നിൽക്കുന്നത് പോലെയും ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. അപ്പോൾ ഡോം പറയുന്നുണ്ട്, നമ്മളെല്ലാം ഒരു ഫാമിലിയാണ്, ഒരു കുടുംബമാണ് എന്നൊക്കെ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഫിൻ ബാലർ ഈ ടീമിൽ നിന്ന് പോകാൻ സമയമായിട്ടുണ്ട്. അതിനുശേഷം 2025 വുമൻസ് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത ഷാർലറ്റ് പ്ലെയറിന്റെ സെഗ്മെന്റ്. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഷാർലറ്റ് വന്നതിന് ശേഷം റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്ത കാര്യത്തെ പറ്റിയും അതും സെക്കൻഡ് ടൈം വിൻ ചെയ്ത കാര്യത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു ടൈപ്പിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വുമൻസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി അവിടെ വരുന്നതായിട്ടും വന്നതിന് ശേഷം ഇവർക്ക് തമ്മിൽ ഒരു സ്പാർക്ക് പോലെയെല്ലാം കാണിച്ചിരുന്നു. അതായത് റിയ റിപ്ലി പറയുന്നുണ്ട്, നിന്നെ തോൽപ്പിച്ചാണ് ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തത്,
അതും റോയൽ റംബിൾ മാച്ച് ഒക്കെ വിൻ ചെയ്തുകൊണ്ട്. അതുകൊണ്ട് നീ എന്നെ തന്നെ ചാലഞ്ച് ചെയ്ത് എന്റെ കൂടെ മാച്ച് ചെയ്യണം എന്നൊക്കെയാണ്. കാരണം റസൽ മെനിയയില് ഷാർലറ്റിനെ തോൽപ്പിച്ചതുകൊണ്ട്. അപ്പൊ ഷാർലറ്റ് റിപ്ലൈ ആയി തിരിച്ചു പറയുന്നത്, അതിന് മുൻപ് നടന്ന റസൽ മെനിയ നിനക്ക് ഓർമ്മയില്ലേ, അതിൽ ഞാൻ നിന്നെ തോൽപ്പിച്ചതാണ് എന്നൊക്കെ. പിന്നീട് ഷാർലറ്റ് പറയുന്നുണ്ട്, ഞാൻ എന്റെ ചാലഞ്ചിങ് അല്ലെങ്കിൽ എന്റെ തീരുമാനം പറയാൻ പോകുന്നത് ചിലപ്പോ നാളെ നടക്കാൻ പോകുന്ന NXT-യിലായിരിക്കാം. അതായത് NXT വുമൻസ് ചാമ്പ്യൻ ജൂലിയനെ പോയി ചാലഞ്ച് ചെയ്തേക്കാം, അല്ലെങ്കിൽ സ്മാക്ക് ഡൗണിൽ വന്ന് ടിഫനിയെ ചാലഞ്ച് ചെയ്ത് ടിഫനിയുടെ കൂടെ മാച്ച് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും തന്റെ ഫൈനൽ തീരുമാനം സ്മാക്ക് ഡൗണിലായിരിക്കും പറയാൻ പോകുന്നത്. ഈ ഒരു ടൈപ്പിലാണ് കാണിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഷാർലറ്റ് ഫ്ലെയർ ഈ സെഗ്മെന്റിൽ റിയ റിപ്ലിയെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് റിയ റിപ്ലി ഇപ്പോഴും ഒരു ബേബിയാണ് എന്ന ടൈപ്പിലൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട്. അപ്പോൾ റിയ റിപ്ലി അതിന് റിപ്ലൈ പോലെ കൊടുത്തിട്ടുള്ളത് ഷാർലറ്റിനെ താൻ ബഹുമാനിക്കുന്നു എന്ന ടൈപ്പിലൊക്കെയാണ്. അപ്പൊ മൊത്തത്തിൽ ഈ സെഗ്മെന്റ് അടിപൊളി സെഗ്മെന്റ് ആയിരുന്നു. എന്തായാലും ഇവർക്ക് മാച്ച് വന്നേക്കാം എന്നൊരു റൂമർ ഉണ്ട്. പക്ഷെ ചാൻസ് കൂടുതൽ ടിഫനിനെ ചാലഞ്ച് ചെയ്യാനാണ്. പിന്നീട് സമി സെയിം ബാക്ക് സ്റ്റേജിൽ CM പങ്കുമായി നടക്കാൻ പോകുന്ന മാച്ചിനെ പറ്റിയെല്ലാം ഒരു ഇന്റർവ്യൂ പോലെ സംസാരിക്കുന്നുണ്ട്. അതേസമയം അവിടെ ജെയ്സോനെ കണ്ടപ്പോൾ ജെയ്സോക്ക് ഷെയ്ക്കിന്റെ എല്ലാം കൊടുത്ത് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്തതിൽ അഭിനന്ദിക്കുന്നത് പോലെയും മുന്നോട്ട് പോകാനായിട്ടും ആവശ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ജെയ്സോ CM പങ്കുമായിട്ടുള്ള മാച്ചിന് സാമി സെയിനെ അഭിനന്ദിക്കുന്നത് പോലെയും കാണിച്ചു. പിന്നീട് കെരിയൻ ക്രോസ് അവിടെ വന്നുകൊണ്ട് സാമി സെയിന് ഒരു വാർണിംഗ് പോലെ കൊടുത്തു പോകുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ കെരിയൻ ക്രോസിന്റെ സ്റ്റോറി എന്താണ് എന്ന് പിടികിട്ടുന്നില്ല. എല്ലാ റെസ്ലേഴ്സിന്റെ അടുത്തും ഇതുപോലെ ഒരു മൈൻഡ് ഗെയിം ചെയ്യുന്നുണ്ട്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വുമൻസ് വേൾഡ് ചാമ്പ്യൻ റിയ റിപ്ലി ഇയോ സ്കൈയുമായി സംസാരിച്ചു. അപ്പോൾ ഇയോ സ്കൈ പറയുന്നത് എലിമിനേഷൻ ചേംബർ വിൻ ചെയ്ത് റിയ റിപ്ലിയുടെ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് ചാലഞ്ച് ചെയ്യും എന്ന ടൈപ്പിലാണ്. അങ്ങനെ ഇവര് സംസാരിച്ചു പോകുന്ന സമയത്ത് ലിവ് മോർഗൻ വന്ന് ഇയോ സ്കൈനെ അറ്റാക്ക് ചെയ്തു. ഇത് കണ്ട് റിയ റിപ്ലി സേവ് ചെയ്യാൻ നോക്കിയപ്പോൾ റിയ റിപ്ലിനെ റെക്കയിലും വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ട് ഈ സെഗ്മെന്റിൽ കാണിച്ചിരുന്നു. അതിനുശേഷം ടാഗ് ടീം മാച്ച് റേ മിസ്റ്റീരിയോ, ഡ്രാഗൺ ലീ വേഴ്സസ് ന്യൂ ഡേ ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് അടിപൊളി മാച്ചായിരുന്നു. എന്നാൽ മാച്ചിന്റെ പകുതിക്ക് വെച്ച് ലോഗൻ പോൾ വരുന്നതായിട്ടും ലോഗൻ പോൾ വന്നതിന് ശേഷം റേ മിസ്റ്റീരിയോ ടീമിന്റെ വിജയസാധ്യത കുറഞ്ഞു. അത് തന്നെയാണ് മാച്ചിന്റെ അവസാനത്തിലും സംഭവിച്ചത്. അതായത് റേ മിസ്റ്റീരിയോ സേവിയർ വുഡ്സിനെ 619 ചെയ്യാൻ നോക്കിയപ്പോൾ കോഫി കിസ്റ്റൻ റിങ്ങിന് പുറത്തേക്ക് സേവ് ചെയ്ത് കൊണ്ടുപോയി. പിന്നീട് റിങ്ങിന് പുറത്ത് വെച്ച് കോഫി കിസ്റ്റനെയും സേവിയർ വുഡ്സിനെയും അറ്റാക്ക് ചെയ്ത സമയത്ത് ലോഗൻ പോൾ വന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ നോക്കി. അപ്പോൾ തന്നെ റേ മിസ്റ്റീരിയോ ലോഗൻ പോളിനെ പിടിച്ച് തള്ളി ചെയറിന്റെ മുകളിലേക്ക് എല്ലാം ഇട്ടു. വീണ്ടും മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ റേ മിസ്റ്റീരിയോനെ റെഫറി കാണാതെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ന്യൂഡേ ടീമിന് ഇട്ട് കൊടുത്തു. ശേഷം മാച്ച് കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയ റേ മിസ്റ്റീരിയോക്ക് കോഫി കിസ്റ്റൻ ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ന്യൂഡേ ടീമാണ് വിൻ ചെയ്തത്. അപ്പോൾ ഇതുപോലെയെല്ലാം കാണിക്കാൻ കാരണം ലോഗൻ പോളുമായിട്ട് നെക്സ്റ്റ് വീക്ക് റേ മിസ്റ്റീരിയോക്ക് എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മാച്ച് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നീട് CM പങ്കിന്റെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ്. അപ്പോൾ CM പങ്ക് പറയുന്നത് റോയൽ റംബിൾ മാച്ചിൽ റോമൻ റെയിൻസും സെത്ത് റോളൻസും ജയിക്കാത്തതാണ് സാറ്റർഡേ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം എന്നൊക്കെയാണ്. അതിനുശേഷം വുമൻസിന്റെ എലിമിനേഷൻ ചേംബർ ക്വാളിഫയിങ് മാച്ച് നടന്നു. ഈ മാച്ച് നടന്നത് ലിവ് മോർഗൻ വേഴ്സസ് ഇയോ സ്കൈ ഇവർക്കാണ്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിരുന്നു. എന്നാൽ ഈ മാച്ചിന്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചാൽ ഈ മാച്ചിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചപ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലായി. അതായത് ഇയോ സ്കൈ, റിയ റിപ്ലി ഇവരുടെ ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് വെച്ചപ്പോൾ തന്നെ അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. മാച്ചിന്റെ അവസാനത്തിൽ റെക്കലിനെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ആ സമയത്ത് റിയ റിപ്ലി അവിടെ വന്നുകൊണ്ട് റെക്കലിനെല്ലാം അറ്റാക്ക് ചെയ്ത് ഇയോ സ്കൈക്ക് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉണ്ടാക്കിയെങ്കിലും ലിവ് മോർഗൻ ബുദ്ധിപൂർവ്വം റിയ റിപ്ലിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് നോക്കി. ശേഷം റിയ റിപ്ലി തിരിച്ച് അറ്റാക്ക് ചെയ്തപ്പോൾ റെഫറി മാച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അതായത് DQ മൂലം ആ മാച്ചിൽ ലിവ് മോർഗൻ വിൻ ചെയ്തുകൊണ്ട് എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡായി എന്ന് പറഞ്ഞു. ഇത് കണ്ട് ഇയോ സ്കൈക്ക് റിയ റിപ്ലിയോട് ദേഷ്യം വന്ന് ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണിച്ചത്. അപ്പോൾ ഇതെല്ലാം ആ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. എത്ര പേർക്ക് അത് മനസ്സിലായി എന്നുള്ളത് കമന്റ് ചെയ്യാം. പിന്നീട് ആഡം പിയേഴ്സ് ബാക്ക് സ്റ്റേജിൽ പറയുന്നത് ഫെനാമിനൽ 1 AJ സ്റ്റൈൽസ് ഇനി മുതൽ റോയിലാണ് മത്സരിക്കാൻ പോകുന്നത്. അതായത് റോ റെസ്ലർ ആയിട്ടുണ്ട് AJ സ്റ്റൈൽസ് എന്നാണ്. ഇത് കണ്ട ബ്രോൺ ബ്രേക്കർ വന്ന് പറയുന്നത് യാതൊരു കാരണവശാലും AJ സ്റ്റൈൽസിനെ എൻ്റെ അടുത്തേക്ക് വിടരുത്, അല്ലെങ്കിൽ അവനെ എൻ്റെ അടുത്ത് നിന്നും അകറ്റി നിർത്തണം എന്നൊക്കെയാണ്. എന്നിട്ട് തന്റെ IC ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാൻ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നീട് ആഡം പിയേഴ്സ് പറയുന്നുണ്ട് നമ്മൾക്കത് ആലോചിച്ച് തീരുമാനിക്കാം എന്നൊക്കെ. അതിനുശേഷം സെത്ത് റോളൻസിന്റെ സെഗ്മെന്റ്. അപ്പോൾ സെത്ത് റോളൻസ് ഈ സെഗ്മെന്റിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആകും. അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. അപ്പോൾ സെത്ത് വന്നതിന് ശേഷം വളരെയധികം സന്തോഷത്തിൽ CM പങ്ക് റോയൽ റംബിൾ മാച്ച് വിൻ ചെയ്യാത്തതിൽ സന്തോഷിക്കുന്നതായിട്ടും അതുപോലെ തന്നെ CM പങ്ക് ഒരു വേസ്റ്റ് ആണ് എന്ന ടൈപ്പിലൊക്കെയാണ് സംസാരിച്ചത്.
അതായത് റോയൽ റംബിൾ മാച്ചിൽ CM പങ്ക്, റോമൻ ആൻഡ് സെത്ത് ഇവരെ എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് CM പങ്കിനെ അതിനേക്കാൾ വേസ്റ്റ് ആയിട്ടുള്ള ലോഗൻ പോൾ എലിമിനേറ്റ് ചെയ്തു എന്നും സെത്ത് റോളൻസ് ഈ സെഗ്മെന്റിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെത്ത് പറയുന്നത് റോമൻ റെയിൻസിനെ പറ്റി പോൾ ഹേമനോ റോമൻ റെയിൻസോ അല്ലെങ്കിൽ WWE ഒന്നും പറയാൻ പോകുന്നില്ല, കാരണം അവനെ ചവിട്ടിയത് ഞാനാണ്, അവന് ഇഞ്ചുറി സംഭവിച്ചിട്ടുമുണ്ട്, അതുകൊണ്ട് ഇനി കുറച്ച് നാളത്തേക്കൊന്നും അവൻ WWE വന്ന് ശല്യം ചെയ്യില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ റോമൻ റെയിൻസ് കൂടെയുള്ളവരെ അറ്റാക്ക് ചെയ്ത കാര്യത്തെ പറ്റിയും പറയുന്നുണ്ട്. ഒരു പക്ഷെ താനും ആ സമയം റോമന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നോടും ഇത് തന്നെ ചെയ്തേനെ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയെല്ലാം ഈ സെഗ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോയി CM പങ്ക്, റോമൻ റെയിൻസ് എല്ലാവരെയും കളിയാക്കിക്കൊണ്ട് സെത്ത് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് താൻ അടുത്തതായിട്ട് എലിമിനേഷൻ ചേംബറിൽ കയറിക്കൊണ്ട് എലിമിനേഷൻ ചേംബർ മാച്ച് വിൻ ചെയ്യാൻ പോവുകയാണ് എന്ന്, അതായത് ഫിൻ ബാലറുമായിട്ട് തനിക്ക് എലിമിനേഷൻ ചേംബർ ക്വാളിഫൈങ് മാച്ച് ഉണ്ട് എന്നും ആ മാച്ചിൽ താൻ വിൻ ചെയ്യും എന്നൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമായിട്ട് പറഞ്ഞത് തനിക്ക് സാമി സൈനെ ഇവിടെ വേണമെന്നും സാമി സൈനുമായിട്ട് സംസാരിക്കണം എന്നൊക്കെയാണ്. ആ സമയം സാമി സൈനിന് ഭയങ്കരമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. CM പങ്ക് ഒരു സമയത്ത് പറഞ്ഞിരുന്നു നീയൊന്നും ഒരിക്കലും അവന്റെ ലെവലല്ല എന്ന്. എന്നാൽ ഒരിക്കലും അതങ്ങനെയല്ല, അവൻ ശരിക്കും ഒന്നുമല്ല, നിനക്ക് തന്നെ അവനെ തോൽപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇന്ന് നിങ്ങൾക്ക് നടക്കാൻ പോകുന്ന മാച്ചിൽ അവനെ നീ എന്തായാലും തോൽപ്പിക്കണം, നീ തോൽപ്പിക്കുമെന്ന് എനിക്കറിയാം. അവനെ തോൽപ്പിച്ചുകൊണ്ട് നീ എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് വാ, നമുക്ക് രണ്ടുപേർക്കും എലിമിനേഷൻ ചേംബർ മാച്ച് ചെയ്യാം എന്നൊക്കെയാണ് സെത്ത് പറഞ്ഞത്. അതായത് യാതൊരു കാരണവശാലും CM പങ്ക് ഈ മാച്ച് ജയിക്കരുത്, ആ ഒരു തീരുമാനത്തിലാണ് സാമി സൈനിന് ഇതുപോലെ ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ CM പങ്കിനെ അത്രയ്ക്ക് ദേഷ്യമായിട്ടാണ് സെത്ത് ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് സാമി സൈനോട് മാച്ച് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഭിനന്ദിച്ച് അവിടെ നിന്നും പോകുന്ന സമയത്ത് CM പങ്കിന്റെ തീം മ്യൂസിക് പ്ലേ ആകും. പിന്നീട് ഇവർക്ക് തമ്മിൽ ഒരു സ്പാർക്ക് വന്നുവെങ്കിലും ഇവരെ രണ്ടുപേരെയും പിടിച്ചു മാറ്റി. അതിനുശേഷം സാമി സൈൻ വേഴ്സസ് CM പങ്ക് ഇവർക്ക് തമ്മിലുള്ള എലിമിനേഷൻ ചേംബർ ക്വാളിഫൈങ് മാച്ചാണ് മെയിൻ ഇവന്റായി നടന്നത്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി നോക്കുമ്പോൾ നല്ല അടിപൊളി മാച്ചായിരുന്നു ഈ മാച്ച്. രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ മാച്ചിൽ നന്നായിട്ടുണ്ട്. മാച്ചിന്റെ അവസാനത്തിൽ സാമി സൈനോട് CM പങ്ക് പറയുന്നത് നീ ഒരിക്കലും എന്റെ ലെവലായിട്ടുള്ള റെസ്ലർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് CM പങ്ക് മാച്ചുമായി മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ ആ ഒരു അവസരം ഉപയോഗിച്ച് സാമി സൈൻ ഹെലിയോ കിക്ക് ചെയ്യാൻ നോക്കി. പക്ഷെ CM പങ്ക് അത് മാറി വീണ്ടും ഗോഡ് സ്ലീപ്പ് ചെയ്യാൻ നോക്കിയപ്പോൾ സാമി സൈൻ അത് റിവേഴ്സ് ചെയ്ത് പിന്നീട് മറ്റൊരു അവസരത്തിൽ സാമി സൈൻ ഹെലിയോ കിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി വന്ന സമയത്ത് CM പങ്ക് അങ്ങനെ തന്നെ എടുത്ത് ഗോഡ് സ്ലീപ്പ് കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ CM പങ്കാണ് വിൻ ചെയ്ത് എലിമിനേഷൻ ചേംബർ മാച്ചിലേക്ക് ആഡ് ആയത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം CM പങ്ക് സാമി സൈന് ഷെയ്ക്കൻഡ് എല്ലാം കൊടുത്തുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്ത് അവിടെ നിന്നും പോകാൻ തുടങ്ങുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ സാമി സൈന് കെവിൻ ഓവൻസ് വന്നുകൊണ്ട് CM പങ്കിന്റെ മേലേക്ക് തള്ളിയിട്ട് പിന്നീട് കെവിൻ ഓവൻസിന്റെ പൈൽ ഡ്രൈവ് മൂവ് സാമി സൈന് കൊടുത്തുകൊണ്ട് സാമി സൈനെ ഭയങ്കരമായും അറ്റാക്ക് ചെയ്തുകൊണ്ട് ഈ റോ എപ്പിസോഡ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് കണ്ട സമയത്ത് ശരിക്കും വിഷമം വന്നു, കാരണം റോയൽ റംബിളിൽ കെവിൻ ഓവൻസിന് അത്തരത്തിൽ ഇഞ്ചുറി എല്ലാം സംഭവിച്ച സമയത്ത് സാമി സൈനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ സാമി സൈനെ കെവിൻ ഓവൻസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് ഈ റോ എപ്പിസോഡിൽ കാണിച്ചത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പറ്റാണെങ്കിൽ ഇന്ന് വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതുപോലെ ഒന്ന് രണ്ട് ന്യൂസും വെച്ചുകൊണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. റോ എപ്പിസോഡ് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരേക്കും ഒരു സ്ഥലത്ത് പോലും ലാഗില്ലാതെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പോകുന്നത്. അതുപോലെ 2.5 മണിക്കൂറാണ് റോ എപ്പിസോഡ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നത്.